ഒന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ഒരു പദം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് അറിയേണ്ടത് വേറെ ഏതെങ്കിലും ഒരു പദവും പൊതുവ്യത്യാസവുമാണ്. ഏഴാം പദം കണ്ടുപിടിക്കണമെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ചാടി ചാടി പോവുക വേണ്ടത്. അപ്പോൾ നമ്മൾ x3 കൂട്ടണം 4d എന്ന് പറയും. ഇനി നേരെ തിരിച്ച് നമുക്ക് എട്ടാം പദത്തിൽ നിന്ന് രണ്ടാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാം പദം സമം എട്ടാം പദത്തിൽ നിന്ന് 6d കുറയ്ക്കുക വേണ്ടത്. കാര്യം നമ്മൾ പിന്നോട്ട് വരിക വേണ്ടത്. ഇതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക്ക്. ഇനി രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ തൊട്ട് മുമ്പിൽ ഒന്നാമത്തെ സെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ലോജിക്ക് ഉപയോഗിച്ച് തന്നിരിക്കുന്ന പദവും പൊതുവ്യത്യാസവും ഉപയോഗിച്ച് മറ്റ് പദങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പ് എളുപ്പമായവർക്ക് ഇത് കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്ത് രണ്ട് പദങ്ങൾ തന്നിരുന്നാൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ടതെന്ന്. ഉദാഹരണത്തിനകത്ത് അഞ്ചാം പദം 17 ആണെന്നും 10ാം പദം 32 ആണെന്നും തന്നിട്ടുണ്ട്. ഇതിൽ അഞ്ചാം പദവും 10ാം പദവും അവയുടെ സ്ഥാനങ്ങൾ 5ഉം 10ഉം ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അപ്പോൾ 5d സമം 17ഉം 32ഉം തമ്മിലുള്ള വ്യത്യാസം 15 ആണ്. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായ 15നെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അതായിരിക്കും പൊതുവ്യത്യാസം. നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്ത് ഏതൊരു സമാന്തര ശ്രേണിയിലെയും പദങ്ങളെ നമുക്ക് ജോഡികളാക്കി എഴുതാൻ പറ്റും. തുല്യ തുകയുള്ള ജോഡികൾ. അങ്ങനെ എഴുതണമെങ്കിൽ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുകയും തുല്യമായിരിക്കണം. അതായത് പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുക തുല്യമായാൽ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് x3നോട് x7 കൂട്ടിയാൽ അതേ ഉത്തരം കിട്ടുന്ന മറ്റൊരു ജോഡി എഴുതാൻ പറ്റും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ജോഡിയിൽ 3ഉം 7ഉം കൂട്ടുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പുറത്ത് 1നോട് 9 കൂട്ടുമ്പോഴാണ് 10 ആവുക. അപ്പോൾ x9 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ സെറ്റ് ക്വസ്റ്റ്യനകത്ത് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ പദങ്ങളെ നമ്മൾ ജോഡികളാക്കുമ്പോൾ അവയുടെ സ്ഥാനങ്ങളുടെ തുക ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ അതിനകത്ത് ഒറ്റ എണ്ണം പദങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒറ്റ എണ്ണം പദങ്ങളുള്ള ഒരു ശ്രേണിയിൽ ഒരു മധ്യപദവും ഉണ്ടാവും. ആദ്യമായി മധ്യപദം ഏത് എന്നതാണ്. അതിന് രണ്ട് പദങ്ങളുടെയും സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതിയാവും. ഉദാഹരണത്തിന് 6ാം പദവും 14ാം പദവും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 20, അതിൻ്റെ പകുതി 10. അപ്പോൾ 10ാം പദമായിരിക്കും മധ്യപദം. അടുത്തതായി ആ പദം എത്രയാണ്, മധ്യപദം എത്രയാണ്. അതിന് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പദജോഡികൾ 6ാം പദവും 14ാം പദവും കൂട്ടിയാൽ 50 ആണ്. അങ്ങനെയാണെങ്കിൽ മധ്യപദം അതിൻ്റെ പകുതിയായ 25 ആയിരിക്കും. അടുത്തതായി 6ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത 5ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ്റെ നേരെ റിവേഴ്സാണ്. അതായത് ഏതെങ്കിലും ഒരു പദം തന്നാൽ അതിനെ മധ്യപദമാക്കി നമുക്ക് ഒരു ജോഡി പദങ്ങളുടെ തുക എഴുതാൻ കഴിയും. ഉദാഹരണത്തിന് 5ാം പദം 10 ആണ് എന്ന് പറഞ്ഞാൽ ഈ 5ൻ്റെ ഇരട്ടിയായ 10 തുകയായി വരുന്ന സ്ഥാനം, പദങ്ങളുടെ സ്ഥാനമുള്ള പദങ്ങളുടെ ജോഡികൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 10 കിട്ടണമെങ്കിൽ നമുക്ക് 4ഉം 6ഉം 10 ആണ്, 3ഉം 7ഉം 10 ആണ്, 1ഉം 9ഉം 10 ആണ്. ഈ സ്ഥാനങ്ങൾ വരുന്ന പദങ്ങളുടെ തുകയും നമുക്ക് എഴുതാൻ പറ്റും. അത് മധ്യപദമായി എടുക്കുന്ന ഈ 5ാം പദത്തിൻ്റെ ഇരട്ടിയായിരിക്കും 20. അടുത്തതായി ഒറ്റ എണ്ണം പദങ്ങളുള്ള ഒരു ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക, അതായത് നമുക്ക് ശ്രേണിയുടെ തുക എന്ന് പറയാം. എല്ലാ പദങ്ങളുടെയും തുക കണ്ടുപിടിക്കാൻ അതിൻ്റെ മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഉദാഹരണത്തിന് 8ാം പദം 10 ആണ്. ഈ 8ാം പദം മധ്യപദമായ 7 പദങ്ങളുടെ തുക എഴുതണം. അപ്പോൾ നമ്മുടെ പദങ്ങളുടെ 7 പദങ്ങളാണുള്ളത്. അതിൻ്റെ മധ്യപദം 8ാം പദമാണ്, അത് 10 ആണ്. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന മധ്യപദത്തിനെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. അതായിരിക്കും ആ 7 പദങ്ങളുടെ തുക. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ചോദ്യങ്ങളിൽ മൊത്തമായിട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി 8ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സാണ്. ഒറ്റ എണ്ണം പദങ്ങളുടെ തുക തന്നാൽ അതിൽ നിന്ന് നമുക്ക് മധ്യപദം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ്, എത്രയാണോ ഒറ്റ എണ്ണം പദങ്ങളുടെ തുക അതിനെ ആ തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതിയാവും. ഉദാഹരണത്തിന് 5 പദങ്ങളുടെ തുക 35 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മധ്യത്തിലുള്ള പദം, ഒന്നാമതായി നമ്മൾ മധ്യത്തിലുള്ള പദം 5 പദങ്ങളുണ്ടെങ്കിൽ 3ാമത്തെ പദമായിരിക്കും അതിൻ്റെ മധ്യപദം. അപ്പോൾ മധ്യപദം ഏത് എന്നതിന് ഉത്തരവായി. ഇനി അത് എത്ര എന്നുള്ളതാണ്. അത് ഈ 35നെ 5 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ 35 ഹരിക്കണം 5 7 എന്ന് കിട്ടും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ മധ്യപദം.